അതെ അതെ മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു. കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇടുന്നത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിപ്പോ കേരളത്തിലുള്ള ഈ ഒരു വേഷത്തിലൊക്കെ കുറെ ദൂരമുണ്ട്. നാളെ എനിക്ക് തൃശ്ശൂര് പോകണം രാവിലെ. അപ്പൊ അതിന്റെയൊക്കെ ക്ഷീണമായിട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്ന് ടോപ്പിക്ക് രേണുസുതിയാണ്. അപ്പോൾ നമ്മുടെ രേണുസുതിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. രേണുവിൻ്റെ ഒരു വീഡിയോ എടുക്കലും അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തതും അതിനെപ്പറ്റി എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്തായിരുന്നു. അവർ ഓരോന്നും ആ ഒരു എന്നാ സീരിയലിൻ്റെ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നു. അതിനകത്ത് മന്ദാരച്ചേല അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് അങ്ങനെ ഒരു വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം രേണു ഇച്ചിരിയോട് വൾഗറായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കൊല്ലത്ത് ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ആ സാരി കൊടുത്തുകൊണ്ട് ആദ്യം ഇറങ്ങുന്ന കാണണം. അത് കഴിഞ്ഞ് അവരത് മാന്യമായിട്ട് സാരി ഇടുന്നുണ്ട്. അതിന് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. മര്യാദയ്ക്ക് ഇപ്പോൾ ഇത് ഇടാൻ അവർക്കറിയാം. അപ്പോൾ അന്ന് ഇങ്ങനെ എല്ലാവരും റിയാക്ട് ചെയ്തതിനെ പറ്റി ഇവരുടെ കൂടെ ഒരു ഓൺലൈൻ മീഡിയ നടപ്പുണ്ടല്ലോ, ഇവർ പെയ്ഡ് ചെയ്ത് കൊണ്ടു നടക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ഇവരുടെ കൂടെ ഉണ്ട്. നമ്മളിപ്പം ഒരു ചുമ്മാ ഒരാളിങ്ങനെ കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ പൈസ കൊടുത്ത് ഇവർക്ക് ഒരു പബ്ലിക്കിലേക്ക് ഇതാകാൻ വേണ്ടി ഇവർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിന് വേണ്ടി ഇവർ കാണിച്ചു നടക്കുന്നതാണ്. പക്ഷേ ചിലതൊന്നും അങ്ങോട്ട് എറിക്കുന്നില്ല. നീ എവിടേക്കോ എന്നതൊക്കെയോ ഇച്ചിരി പാളി പോകുന്നുണ്ട്. എന്നാണേലും നമുക്ക് പുള്ളിക്കാരി പറഞ്ഞ ഈ കാര്യം അതൊന്ന് കേൾക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയെ പറ്റി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് അതിനുള്ള ന്യായീകരണങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇടുന്നത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിപ്പോ കേരളത്തിലുള്ള ഇവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? എന്റെ സ്വാതന്ത്ര്യമാണ്. എന്റെ ഇൻസ്റ്റാ പേജ്, എന്റെ ഫോണ്, എന്റെ റീല്, എന്റെ ക്യാമറ, സീറ്റ് ബെൽറ്റ്, തലയെ കൂടെ കെട്ടിയിടാൻ പറ്റുമോ സീറ്റ് ബെൽറ്റ്? പിന്നെ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? അതിന് ആവശ്യമില്ല. അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? എന്നെ കൊണ്ട് എന്തായാലും അരി മേടിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് അരി മേടിക്കുന്നതിനെ പറ്റി പറയാം. രേണുവിനെ കൊണ്ട് അരി മേടിക്കുക എന്ന് പറഞ്ഞാൽ രേണു വരുന്നതിന് മുമ്പ് അപ്പോൾ എല്ലാവരും പട്ടിണിയായിരുന്നെന്നാണോ പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്? അതാണോ? എന്നെ പറഞ്ഞാൽ അതിന് ന്യായീകരണമുണ്ട്, അതിൻ്റെ അപ്പുറത്തെ ഒരു മറുപടിയുണ്ട് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ രേണു അല്ലേ റിയാക്ഷൻ വീഡിയോക്കാരെ കൊണ്ട് അരി മേടിക്കുന്നത്. അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ആൾക്കാർ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എല്ലാവരുടെയും കമൻറ്റി വരും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവരുടെ ഇങ്ങനെ വീഡിയോസ് ചെയ്യാതെ നിങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇവരിങ്ങനെ വീണ്ടും പബ്ലിക്കിലേക്ക് ഇവർക്ക് ഇത് വരാനുള്ളൊരു ഇത് വരുന്നത് എന്നും പണ്ട് ഒത്തിരി പേര് പറയും. നിങ്ങളൊക്കെ തന്നെയാണ് ഇവരെ വീണ്ടും കൊണ്ടുവരുന്നത് എന്ന് പറയും. അപ്പോൾ റിയാക്ഷൻ വീഡിയോക്കാരെ അങ്ങനെ പറയുന്നുണ്ട്. അടിച്ചാക്ഷേപിക്കേണ്ട കേട്ടോ. നിങ്ങൾ അരി മേടിക്കുന്നത് അവരെ കൊണ്ടാണ്, അവർ നിങ്ങളെ കൊണ്ടും മേടിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമായി, പ്രത്യേകിച്ച് അതൊന്നും പറയില്ല. പിന്നെ രണ്ടാമത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ID ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അവിടെ വന്നേച്ച് തുണി പറിച്ച് ആടാനൊന്നും പറ്റുകയില്ല. അങ്ങനെ ആടിയ ആൾക്കാർ പ്രതികരിക്കും. അങ്ങനെ കാണിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിമിഷേനെയൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തായിരുന്നല്ലോ. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നതും റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മളല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയായിട്ട് പ്രൈവറ്റ് ആക്കി ഇടണം. നിങ്ങൾ മാത്രം ഇരുന്ന് കാണണം. അത് നിങ്ങൾക്കത് കാണാൻ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഈ സമൂഹത്തിലേക്ക് അത് വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, പറയും, അത് റിയാക്ട് ചെയ്യും. സ്വാഭാവികം. ഈ പറയുന്നത് ഞാൻ കാണിച്ചാലും ആൾക്കാർ എൻ്റെ തന്തയ്ക്കും തലയ്ക്കും ഒക്കെ വിളിക്കും. അത് നിങ്ങൾ മാത്രമല്ല. നിങ്ങൾ സീറ്റ് ബെൽറ്റ് തലയിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കുമോ, കഴുത്തേ കൂടെ ഇട്ടുകൊണ്ട് നടക്കുമോ, കയ്യെ കൂടെ ഇട്ടുകൊണ്ട് നടക്കുമോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് വണ്ടി അങ്ങനെ നിങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് RTO ഓഫീസിൽ നിന്ന് അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ അവരുടെ ക്യാമറ പതിയുമ്പോഴത്തേക്ക് അതിൻ്റെ പെറ്റി വന്നുള്ളൂ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം തലയിൽ കൂടെ ഇട്ടുകൊണ്ട് പോക്കോ, കുഴപ്പമില്ല, നല്ലതായിട്ട് ചേരും. അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. ഒരു ഈ അഹങ്കാരവർത്താനം കേട്ടോ ഇവരെ ഞാൻ വെറുത്ത് തുടങ്ങിയത്. ഇവരെ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ശാന്തികുളം ദിനേശിൻ്റെയൊക്കെ ഞാൻ ഇവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്താണ് ചെയ്തത്. പക്ഷേ ഇവരുടെ വായിൽ നാക്കൊണ്ടുണ്ടല്ലോ, ഇവരുടെ ഈ സംസാര രീതി കൊണ്ട് വെറുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരികയാണ്. ഈ ബിഗ് ബോസിൽ ഗുണം ചെയ്തോ? രണ്ട് സിനിമയൊക്കെ പോയി. രണ്ട് സിനിമ പോയത്. പോയി. എന്താ പറയാ, വലുത് കിട്ടിയില്ലേ, ബിഗ് ബോസ് കിട്ടിയില്ലേ? അതിന് വലുത് കിട്ടിയില്ല, ബിഗ് ബോസ് കിട്ടിയില്ല. ബിഗ് ബോസിനാണ് കിട്ടിയത് പണി. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് കയറി ചുപ്പ് ദിവസം ആയപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി പോകുന്നു. അയ്യോ എനിക്കിത് പറ്റത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് മക്കളെ കാണണം, മക്കളില്ലാതെ പറ്റത്തില്ല, കരച്ചിലും പിഴിച്ചിലും ബഹളോ എന്നതൊക്കെയായിരുന്നു.
അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ പുള്ളിക്കാർ വിചാരിച്ചതെന്ന് പറയാം, വേറെ ആരോ ഇങ്ങനെ മീഡിയക്കാർ ഇങ്ങനെ അല്ലെങ്കിൽ റിയാക്ഷൻ മീഡിയക്കാരോ പറഞ്ഞു എന്നുള്ള രീതിക്കാണ് പുള്ളി വിചാരിച്ചത്. പറയട്ടേന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞ് സിനിമയിൽ ചാൻസ് ഇങ്ങനെ പോയി ബിഗ് ബോസ്. അന്നത്തേക്ക് അങ്ങ് വിഷയം അത് പെട്ടെന്ന് കടകം പറഞ്ഞ് പുള്ളിക്കാരിക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാം. സുചേട്ടൻ മരിച്ച വർഷം പോലെ രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്. നമ്മുടെ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാറില്ല. അത്രയേ ഉള്ളൂ. അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആള് മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദുരന്തം, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എനിക്ക് പറയുന്നത്. എത്ര ഭംഗിയായിട്ട് ഇതിനുള്ള മറുപടി തന്നു. ഇതിന് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ കമൻസൊക്കെ ഞാനൊന്ന് വായിക്കാം. കാര്യം വെച്ചാൽ നമ്മൾ ഇതിന് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കമൻസ് വായിക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസാണ്. അതുപോലെ ഇവളെന്തൊരു ഉടായിപ്പാണ്, ഇത് കാണുന്ന ജനങ്ങൾ ഇവളെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കിയാൽ പക്ക ഉടായിപ്പാണ് ഇവൾ. കറക്റ്റാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഉടായിപ്പ് പിടിച്ച വർത്തമാനം പറയുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സത്യം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇവരെങ്ങനെ ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് അവരുടെ ശരിയാണ് എന്ന് ഇവർ വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്കും അറിയാം തെറ്റാണ്, പക്ഷെ തെറ്റ് പറ്റിയവർ ഒരിക്കലും അംഗീകരിക്കത്തില്ല. അതിനൊക്കെ ഇവരുടെ ഫ്രണ്ടായിട്ട് നടക്കുന്ന സജിനയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയുണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് പുള്ളിക്കാരിയോടുള്ള ഇഷ്ടം. പുള്ളിക്കാരിയുടെ വീഡിയോ പോലും ഒന്ന് കാണാൻ തോന്നുന്നു പുള്ളിക്കാരുടെ ആ ഒരു നല്ല സ്വഭാവം കൊണ്ടാണ്. പുള്ളിക്കാരി എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയല്ല, അത് പറയാനുള്ളൊരു മനസ്സുണ്ട്, തിരുത്താനുള്ളൊരു മനസ്സുണ്ട്. ഈ ഇടയ്ക്ക് പുള്ളിക്കാരി ശരിയാണ്, ഞാൻ കണ്ടായിരുന്നു പുള്ളിക്കാരുടെ വീഡിയോ കണ്ടായിരുന്നു. ഓരോരുത്തർ ഇപ്പോഴും എടുത്ത് ചെറിയായിട്ട് ചെയ്യുന്നു സജിനയുടെ ബിഷപ്പിൻ്റെയൊക്കെ വിഷയം. അവരിപ്പം ആ ഒരു പ്രശ്നം നടന്ന് ആ ഒരു ക്ഷമ പറഞ്ഞതിന് ശേഷം അവർ ഇന്ന് വരെ ആ ബിഷപ്പിന് ഒരു അക്ഷരം പറയാൻ വന്നിട്ടില്ല. ബിഷപ്പിനെതിരെ അവരൊരു അക്ഷരവും അവരൊന്നും അതിനായിട്ട് അവരൊരു ചെറിയതായിട്ട് പോലും ഒന്നും അവർ ഒരു കാര്യവും പറയാൻ പറ്റില്ല. രേണുവിനെ പറയുന്നവരെ അവരൊന്നും പറയുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേങ്കിൽ ആ ഒരു വശത്തേക്ക് അവർ സംസാരിക്കാനേ പോയിട്ടില്ല. അതാണ് അവരുടെ ആ ക്വാളിറ്റി എന്ന് പറയുന്നത്. കൂടെ നടന്നിട്ട് പോലും അതിൻ്റെ ഒരു ശകലം പോലും ഈ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല. ഇതിനെയാണോ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുക എന്ന് പറയുന്നത്? ആയിരിക്കാം. അല്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. ആയിരിക്കാൻ തന്നെ എനിക്കും തോന്നും. ഫേസ്ബുക്കിലെ കമൻറ്റാണ് കമൻറ്റ്, അതാണ് കാണേണ്ടത്. എൻ്റെ ദൈവമേ, ഇവൾക്കുള്ളത് എന്താണോ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണേ. നാണം കെട്ടവൾ. അവൻ മരിച്ചുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഇങ്ങനെ തിന്നു കുടിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നീ ആ കോളനിൽ തെണ്ടി നടന്നേനല്ലോ. സുധിയുടെ പേര് നീ ഇനിയും പേരിൻ്റെ കൂടെ വേണ്ട. നിനക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നീ അയാളുടെ പേരിൽ ഇവിടെ വരെ എത്തി. അത് കറക്റ്റല്ലേ? ഇവർക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പേരിൽ അവരിവിടം വരെ എത്തി. ഇപ്പം നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്നെ വിട്ട് അദ്ദേഹം പോയിട്ടില്ലാതെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ വർഷം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ എന്നേലും പറയാമായിരുന്നു. കറുത്ത അധ്യായമാണ് അതടച്ച്. പിന്നെ ഇതിന് ഈ പേര് 24 മണിക്കൂറും പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഒരാടെ പുള്ളിക്കാരെ തന്നെ പറയാൻ ഇതുണ്ടല്ലോ. സുധിച്ചേട്ടൻ പോയി കഴിഞ്ഞ് ഞാൻ തെണ്ടി ജീവിച്ച് മറ്റേ കുറിച്ച് അതൊക്കെ അവർക്ക് ഓർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വർഷത്തിൽ പ്രാർത്ഥന ചെയ്യാൻ അലൻ ജോസിനെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കൂ, ഒരു സന്തോഷമാകും. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞുള്ള ചിലതൊക്കെ ചിരി വരും. ആൾക്കാർ ഇതിനകത്തിരുന്ന് കമൻറ്റുകളൊക്കെ അല്ലേ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അവൻ്റെ പേര് വെച്ച് ഒരു കൈ മാറി മറ്റേ കൈ പോകാൻ ഒരു ഉളുപ്പുമില്ല. പണം ഉണ്ടാക്കാൻ അവൻ്റെ പേര് വേണം. ഈ ചാടി മറിയുന്നതിടയ്ക്ക് അവൻ്റെ മരണമോ മരിച്ച ദിവസമോ ഒന്നും ഓർക്കാൻ അവൾക്ക് നേരമില്ല. പക്ഷേ അവൻ്റെ പേര് വെച്ച് പണം ഉണ്ടാക്കാൻ നല്ല ഓർമ്മയുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് ഇതാകണ്ട, കമൻറ്റ് വായിച്ചെന്നേ ഉള്ളൂ. നമ്മൾ എന്നേലും പറഞ്ഞു കഴിയുമ്പോഴേ കുഴപ്പമുള്ളൂ. ഇങ്ങനെ വന്ന് കമൻറ്റ് വന്ന് കൊടുക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ, അതൊന്നേരം പ്രശ്നമില്ല. ഇത് എന്ത് മണ്ടത്തരമാണ് പറയുന്നത് എന്ന് അതിനറിയില്ല. ഇങ്ങനെ കുറേ ഉണ്ട്, ഇതിനകത്ത് വായിച്ച് എന്തെങ്കിലും തീരുകയില്ല. ശരിയാണ്, ഇവർ പറയുന്ന മണ്ടത്തരം എന്നാന്നുള്ളത് ഇവരറിയുന്നില്ല കേട്ടോ. ഇവർക്ക് ഈ മണ്ടത്തരം പറഞ്ഞു വെച്ച് ആ മണ്ടത്തരം പിന്നെ ഇവർ മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെ മൂടാൻ നോക്കും. അതാണ് വരുന്ന പ്രശ്നം. അങ്ങനെ മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ഇവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ഇവർ ഈ വേഷമെല്ലാം കെട്ടുന്നതെന്ന്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ലാതെ ഇവർക്ക് സന്തോഷം ഉണ്ടായിട്ടല്ല.
മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കുന്നു, ജോലി ചെയ്യും. നമ്മളിപ്പം ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എത്ര കുറ്റവും കേൾക്കണ്ടായിരുന്നു. അല്ല പട്ടിണി ചത്താലും ഈ കുറ്റം പറഞ്ഞവരാരും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇന്നത്തെ ലോകത്തില് അതെ അതെ നമ്മൾ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന എന്റെ മക്കളെ അതെ നല്ല അനുഭവം. അതെ അതെ മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി പാവം ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു. അല്ല പുള്ളിക്കാരിക്ക് ഒരു സന്തോഷവും ഇതിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ. പാവമുണ്ട്, ഇത്രമാത്രം വിഷമിച്ച് പറയുന്നറിയാം. എന്നാത്തിനാണോ എൻ്റെ കിച്ചു നീയൊക്കെ ഇത്രയും വലുതായിട്ട് ഈ പാവം പിടിച്ച അമ്മേനെ നീ കഷ്ടപ്പെടാൻ വിടുന്നത്? ആ പാവത്തിന് നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ് ആ കഷ്ടപ്പെടുന്ന. അതിന് താല്പര്യം ഉണ്ടായിട്ടേ അല്ല ഈ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ വിധവ ആ ഒരു ലേബല് ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഒരു വിധവ അനുഭവിക്കേണ്ട യാതൊരു പ്രശ്നങ്ങളും ഇവർ അനുഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ അനുഭവിച്ചിട്ടില്ല. ഇവർക്ക് വീടായി, ഇവർ 10 പൈസ മുടക്കാതെ ഇവർക്ക് വീടായി. അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികത്തിന് ഉള്ള ഇതായി. ആ ഒരു സുധി എന്നുള്ള ഒരാളുടെ പേര്, സുധി മരിക്കുന്നിടം വരെ ഇവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഫ്ലവേഴ്സിൽ അത് അതിൻ്റെ ഒരു ഇത് അവർ പറയുന്നത് കേട്ടായിരുന്നു. സുധിക്ക് ഫ്ലവേഴ്സിൽ ഇത്ര ശമ്പളം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്നാ ചെയ്തൊന്നും അറിയത്തില്ല, ഇത്രയും കടമാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നി. കിടക്കാനൊരു കിടപ്പാടം പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുക എന്നൊക്കെ പറയുന്നില്ല. അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് വേറെ രീതിക്കായി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇവർക്കൊരു ജോലി ഫ്ലവേഴ്സുകാർ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് വേണ്ട, ഇവരൊരു വിധവയാണ്, ശരിയാണ്. ജോലി കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കത് വേണ്ടാന്ന് ഇവർ വെച്ചതാണ്. ഇത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ള ഒരാൾ, നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയത്ത് നമുക്കൊരാളൊരു ജോലി തരാമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളത് സ്വീകരിക്കുമോ ഇല്ലയോ? പിന്നെ വിധവകൾ മക്കളെ വളർത്തുന്നുണ്ട്, കഷ്ടപ്പെട്ട് വളർത്തുന്നവരുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടും രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കിടന്ന് പാടുപെടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഇതാണ് കഷ്ടപ്പാട് ലോകത്തിലെ, ഇതാണ് ശരിക്കും വിധവ എന്നുള്ളൊരു ന്യായീകരണം കൊണ്ടുവരില്ല. ശരിക്കും കഷ്ടപ്പെടുന്ന വിധവകളെ നിങ്ങൾ പോയി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന അമ്മ കഷ്ടപ്പെടുന്ന ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത്. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഇതാണ് ഇവരുടെ. പിന്നെ ഇതൊക്കെ സത്യം മനസ്സിൽ കഷ്ടപ്പാട് തന്നെയല്ലേ? ആ സാരി കൊണ്ട് വയറൊക്കെ മറയ്ക്കാൻ കിടന്ന് പാടുപെടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഒരു ഉദ്ഘാടനത്തിന് പോയാൽ അവിടെ പോയി ഉദ്ഘാടനം ചെയ്യുക, തിരിച്ചു വരിക, അതല്ലേ വേണ്ടത്? അവരോട് നല്ല കുറേ വർത്തമാനങ്ങൾ പറയുക. ഉടനെ അവിടെ കിടന്നങ്ങ് അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത്. ഇതാദ്യം തൊട്ടേ ഇങ്ങനെ തുള്ളി 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 എല്ലാവരും ചെല്ലുമ്പോൾ പറയും ഡാൻസ് കളിച്ചോ പാട്ട് പഠിക്കുമെന്ന് പറയും. പാട്ട് പിന്നെ പോട്ടെ, നമ്മൾ ചെവി ഒത്തിപ്പിടിക്കാമെന്ന് വെക്കാം, പാടീച്ച് പോട്ടേന്ന് വെക്കാം. ഇങ്ങനെയുള്ള കോലമൊക്കെ കിടന്ന് കാണിക്കുന്നത് അവർ അതും നോക്കണം. ആ വീഡിയോ എടുക്കുന്നവർ കറക്റ്റ് ആ വയറ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അതുപോലെ തന്നെ അവരെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ആ ഇറങ്ങുന്ന സമയത്ത് സാരി ശരിക്കും താത്തിട്ടേക്കുവാണ്. പിന്നെ അവരെ സാരി കറക്റ്റാക്കി ഇടുന്നുണ്ട്. ആ ഇടുന്നത് അന്നേരം അവർക്കത് വൃത്തിക്കത് സാരി ഇടാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. ഇവിടെ അടുത്തല്ല, കുണ്ടറയല്ലേ, കുണ്ടറ ഇവിടെ അല്ല, കൊല്ലം സിറ്റിയിലാണ്. ഞാനിപ്പോ വെളുപ്പിന് വന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണെന്നറിയില്ല, പോത്തില്ലായിരിക്കും. എല്ലാരും ഉള്ളപ്പോ തന്നെ ചിലരാ പറഞ്ഞത്. എങ്ങനെ എനിക്ക് കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരാൻ സംഭവമാണ്. മോനില്ല, തന്റെ ഈ ഒരു വേഷത്തിലൊക്കെ അല്ലേ, കുറെ ദൂരമുണ്ട്. നാളെ എനിക്ക് തൃശ്ശൂർ പോകണം രാവിലെ, ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട്. ഒരുപാട് ദൂരം. എനിക്കൊന്ന് ഡാനിയുടെ ചാനലിലൂടെ ഞാൻ തോന്നുന്നു സുധീയുടെ വീട്ടിലേക്ക് ഇവർ നിൽക്കുന്നതെന്നുള്ള ദൂരം 13 കിലോമീറ്റർ അത്രയെങ്ങാണ്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് കാണിച്ചേക്കുന്നത് കണ്ടായിരുന്നു. ഇവർ ഭയങ്കര കൊല്ലം വരെ ചെന്നതല്ലേ എന്നാണേലും, അവിടെ വരെ ചെന്നേച്ച് ഇതുപോലെ 24 മണിക്കൂറും എൻ്റെ സൂചിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മന്ത്രം ജപിക്കുന്നതൊക്കെ ആ വീട് വരെ പോയി ആ അമ്മയെ വേണേൽ കാണണമെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒരു മകനും ഉണ്ടല്ലോ, 2 മക്കളെന്ന് ഇവരെടുത്ത് പറയുന്നുണ്ട്. അവിടെ ഒരു മകനുണ്ട്. രണ്ടാമത് ഇവർ പറയുന്ന ഈ വേഷത്തിന് എന്നാണ് കുഴപ്പം? മൂക്കിൻ്റെ അവിടെ ഏതാണ്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഊരിക്കളയാമെങ്കിൽ ഈ വേഷത്തിന് ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ പോയിട്ട് വന്നു ഇവരോട് ഒരാളല്ല ഈ ക്യാമറ കൊണ്ട് നടക്കുന്നവൻ തന്നെ ചോദിക്കുന്നുണ്ട്, രേണുവിനെ ഇപ്പോൾ കല്യാണപ്പെണ്ണിനെ പോലെ ഇരിക്കുന്നത്. അന്നേരം പറഞ്ഞു അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല, ഇതിപ്പോൾ എന്നെ കണ്ട അമ്പലത്തിൽ പോയിട്ട് വരുന്നതായിട്ട്. അതുപോലെ ഞങ്ങൾക്കും തോന്നിയുള്ളൂ, കല്യാണപ്പെണ്ണായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ അവിടം വരെ ഒന്ന് പോണി. പിന്നെ ഈ തലയിൽ 2 കിടുക്കാമണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഊരി വെക്കേണ്ടതല്ലേ ഉള്ളൂ. ഈ സാരിക്കും ഇതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അവർക്ക് ആ ഡ്രസ്സ് ഇട്ടുണ്ട്, ആ വീട് വരെ പെയ്തിട്ടുണ്ട്, എങ്ങനെ പോകുമെന്ന്. ഇനി കൊച്ചിനെയും കൊണ്ട് വരാതെ ഒരു 100 കാരണങ്ങളാണ് പറഞ്ഞത്. കൊച്ചില്ലാതെ എങ്ങനെ പോകും, കൊച്ചിനെയും കൊണ്ട് പോകണം. പിന്നെ പുള്ളിക്കാരിക്ക് സമയമില്ല കേട്ടോ.
എല്ലാം നമ്മൾ നോക്കണ്ടേ, കഷ്ടപ്പെടുമോ മക്കൾക്ക് വേണ്ടി. ഇവർ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് ശരിക്കും കള്ളത്തരങ്ങൾ ഇവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുള്ള ഇവരുടെ മുഖഭാവത്തിലുണ്ട്. ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ, ഈ ഒരു AC-യുടെ കാര്യം ചോദിക്കുന്ന അവരുടെ വായിൽ നിന്ന് സത്യം വന്നുപോയി. അവരാ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ച് അതിനൊരു കള്ളം എടുക്കുന്നത് ബുദ്ധി ഇച്ചിരിയെങ്കിലും തലയുടെ എവിടെയെങ്കിലും ഒരു കോണിൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നവർക്ക് അത് മനസ്സിലാകും. വീട്ടിലൊരു AC ഒക്കെ വാങ്ങിച്ചോക്കിയാലോ? ഞാൻ AC വാങ്ങിച്ചു വെക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം റെഡി ക്യാഷിന് AC വാങ്ങിച്ചു വെക്കാൻ പോയതാ. പക്ഷെ പപ്പ വാങ്ങിപ്പിച്ചത് ഓടിച്ചു. ഇപ്പൊ മേടിക്കാൻ വെക്കുന്ന റെഡി ക്യാഷിനല്ല, ഈ ചാട എടുത്ത EMI. ആ മുഖത്ത് ആ മനസ്സിലെ ഭാവങ്ങൾ മൊത്തം മിന്നിമായുന്നുണ്ട്. നമ്മൾ കുറ്റം പറയും അല്ലെന്നേ, ഇത് കാണിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ചിലർ പറയും ഇവരെ അങ്ങ് കുറ്റം പറയുന്നു കാണിക്കുന്ന കാര്യം. ഞാൻ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവർ കാണിക്കുന്ന കണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇവരെ ഇഷ്ടമില്ലാതായി മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇവരാ ഒരു വീഡിയോ ഇട്ടുന്നതിൽ ഇവർ ഒരുപാട് അൺഫോളോ ചെയ്ത ആൾക്കാർ പോയെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി ഇവരിട്ടത്. പിന്നെ അലൻ്റെ ഒക്കെ കൂടെ വീണ്ടും കൂടിയിട്ടുണ്ട്. അലൻ ജോസ് പെരേരയുടെയും പിന്നെ വേറൊരുത്തനുണ്ട് കൂടെ നടക്കുന്നത്. അലനെ ഏറ്റവും തല്ലിപ്പൊളിയാക്കുന്ന ഒരുത്തൻ. നീ അങ്ങനെ കാണീര് ഇങ്ങനെ കാണീരെന്നും പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങളെ കൊണ്ട് വന്നത്. അത് ഇവരുടെ ഒരു ഫ്രണ്ട് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പൂരം തെറിവിളിയായിരുന്നു. നീ നിൻ്റെ കൂട്ടുകാരി അപ്പോൾ കിടന്ന് കാണിക്കുന്നത് നീ കാണുന്നില്ലേ, അവൾ കാണിക്കുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ ഓരോന്നും പറയുന്നത് എന്നതാണ് ഇവർ കാണിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് ആ പുള്ളിക്കാരി വീഡിയോ ഇട്ടതാണ്. മറ്റേ സജീനയല്ല, വേറെ പുള്ളിക്കാരുണ്ട് ഇവരുടെ ഫ്രണ്ടുകൾ. അങ്ങനെ ഇട്ട് അന്ന് അതിനകത്ത് ഒരുപാട് നെഗറ്റീവ്, അവർക്ക് അതായത് പൂരപ്പാട്ടായിരുന്നു അന്ന്. അതുപോലുള്ള നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നത്. അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പം അലനും മറ്റേ പുള്ളിക്കാരനും കൂടെ പറഞ്ഞു രേണുവിനെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്നു, ചീത്ത വിളിക്കുന്നു, അതിനൊക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശക്തമായിട്ടൊക്കെ പറയുന്നത്. ഇവരെ തെറി വിളിക്കുന്നതിന് രേണു അതിൻ്റെ പകുതി കേൾക്കുന്നില്ല. അതിൻ്റെ 10 ഇരട്ടിയാണ് അവന്മാരെ വിളിക്കുന്നത്. അവന്മാർ കാണിച്ചു കൂട്ടുന്നത് ഓരോരുത്തർ പച്ച തെറിയാണ്. പിന്നെ ഒരു പിള്ളേർക്ക് അതിനകത്ത് കയറാൻ പറ്റാത്ത പോലുള്ള അതുപോലുള്ള കോലങ്ങളാണ് ഇവന്മാർ കാണിക്കുകയും ചെയ്യുന്നത്. ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന കോക്കാമ്പിച്ചികൾ കാണണം. അപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്ത അവന്മാർ ആദ്യം അവരുടെ കമൻറ്റ് ബോക്സിൽ തെറി ഒന്ന് നിർത്താൻ നോക്കട്ടെ, എന്നിട്ട് രേണുവിനെ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലും. എന്നാണേലും എല്ലാം കൂടി മൊത്തത്തിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു അവിഞ്ഞൊരു അവസ്ഥയാണ്. ഒന്നുമില്ല നമുക്ക് അതിനകത്ത് നിന്നൊരു നല്ലത് എടുക്കട്ടെ, നമ്മൾ തപ്പിയെടുക്കണം നല്ല കാര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ആണെങ്കിൽ ഈ കോലങ്ങൾക്കൊക്കെ ഉള്ളൂ നല്ല റീച്ച് കിട്ടുന്നത് കേട്ടോ. നല്ലതായിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ പോലും നല്ലൊരു കാര്യം നമ്മൾ റിയാക്ട് ചെയ്താൽ ആർക്കും കാണണ്ട, ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും അതുകൊണ്ടാണ് നമ്മളിതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. കാര്യം ഇതും കൊണ്ടിരിക്കുന്നത് ചുമ്മാ പുളുങ്കുരി കിട്ടാനായിട്ടല്ല, നമുക്കും മണി അത് തന്നെയാണ് മുഖ്യം. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം റീച്ച് കിട്ടുന്ന വീഡിയോസ് എടുത്തിരുന്നു. പിന്നെ നെഗറ്റീവ് കമൻറ്റുകളെല്ലാം പോരട്ടെ, പോരട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.